ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ ഞാൻ തെന്നൽക്ക് പോയിരുന്നു. അപ്പോൾ അന്നേ ദിവസത്തെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വ്ലോഗ് എല്ലാവരും ഇതാ ഫുള്ളായിട്ട് തന്നെ കാണണേ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് കൂടി ചെയ്യണേ. അങ്ങനെ ഞങ്ങളിത് തെന്നൽക്ക് പോകുന്നതാണ് കേട്ടോ. ഹൈക്കുന്ന എക്സാം ഉണ്ടായിരുന്ന ഉച്ചവരെ. അങ്ങനെയുള്ള എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പപ്പൂസിന് പിന്നെ ഒന്നില്ലായിരുന്നു. അങ്ങനെ സാറ്റർഡേ ആയിരുന്നു കേട്ടോ. ഇത് നോമ്പ് 17 അന്നാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈവനിങ്ങിലാണ് അവൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, അതായത് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് ഈവനിങ്ങിലാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. പിന്നെ സോയിത വന്ന പാടന്നെ വല്യപ്പാനെ തിരയുന്നതാണ് കേട്ടോ. എന്നും വരുമ്പോൾ വല്യപ്പ സിറ്റ് ഔട്ടിൽ ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണാതായപ്പോൾ ആളിങ്ങനെ വല്യപ്പാൻ്റെ റൂമിലൊക്കെ പോയി നോക്കി. പിന്നെ അവിടെ കാണാതായപ്പോൾ അടുക്കളയിലുണ്ടായപ്പോൾ വല്യപ്പാൻ്റെ അടുത്ത് അങ്ങനെ അടുക്കളയിലേക്കൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ വന്ന സമയം തന്നെ അത് 5:30 കഴിക്കണം കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഉമ്മക്ക് ഇത് അടുക്കളയിൽ ഓരോ പണിയിലായിരുന്നു കേട്ടോ. പത്തിരിയൊക്കെ ചുടുന്ന ആ ഒരു ഇതിലായിരുന്നു. പത്തിരി ചുടുന്ന് പിന്നെ വല്യമ്മാണെങ്കിൽ അപ്പുറത്ത് വേറെ എന്തോ പണി. വല്യപ്പോൾ പിന്നെ അവിടെ അടുക്കളയിലും ഉണ്ടായിരുന്നു കേട്ടോ. വല്യപ്പൻ്റെ കാലിന് ചെറുതായിട്ടൊരു സുഖമില്ലായിരുന്നു. അപ്പോൾ ആളിങ്ങനെ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പിന്നെ സോയ പിന്നെ ആദ്യം വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നതിന് ശേഷമായിട്ട് അവിടെ ഇങ്ങനെ കയറി ഇരുന്നിട്ടുണ്ട്. വല്യപ്പാൻ്റെ അടുത്ത് വല്യപ്പ എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഓളെ കളിയൊക്കെ കണ്ടിട്ട് അങ്ങനെ. പിന്നെ മുറ്റത്താണല്ലോ മറ്റാൾക്കാർ നല്ല കളിയിലായിരുന്നു കേട്ടോ. എന്താ ഇപ്പോൾ കളി? എടാ കൊടുക്കാൻ നേരമായില്ല. എനിക്ക് നോമ്പില്ല. എന്നിട്ട് എന്താ വരാത്ത? കളി നിർത്താത്ത? അങ്ങനെ കൊടുത്തു. പിന്നെ നമ്മൾ നോമ്പറന്നു. പിന്നെ ഇവിടെ അടുക്കളയിലാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കൽ. അടുക്കളയിൽ ഒരു കുഞ്ഞു ടേബിളുണ്ട്. അപ്പോൾ അതുമല്ലാണ് എല്ലാവരും കൂടി ആയിട്ട് ഇരിക്കൽ. വല്യപ്പയും ഒക്കെ ഉണ്ടാവും. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഖുറാനൊക്കെ ഓതി. കുട്ടികൾ ഇതപ്പുറത്തിരുന്ന് ഓതുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് എക്സാമൊക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ആയിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ ഉപ്പിലിട്ടിട്ടുള്ള നല്ല നാടൻ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോമ്പറന്ന പാടനെ കുറച്ചൊക്കെ കഴിച്ചേക്കണ. പിന്നെ ഖുറാനൊക്കെ ഓതി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പോയിട്ടൊരു പാത്രത്തിൽ കുറേ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുന്നതാണ്. നോമ്പറന്നാൽ ഇപ്പോൾ ഒരു എരിവും പുളി കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നത് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായപ്പോൾ അത് കുറേ ഇരുന്ന് കാലിയാക്കിയിരിക്കുന്നു കേട്ടോ. അത് കുറേ കഴിച്ചു. കുളിക്കുന്നില്ല സായിക്ക്? അപ്പൂസിനൊന്നും വേണ്ട. അതൊക്കെ കൊല്ലനെ കാട്ടണോ കളി? അങ്ങനെ പിന്നെ ഇത് കുറേ നേരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിട്ട് നമ്മൾ വന്ന് ചായ കുടിക്കുന്നതാണ്. ഒരു 9:30 ഒക്കെ ശേഷമായിട്ട്. നേരത്തെ തന്നെ കുടിച്ചാൽ തിന്നാൻ കഴിയാത്ത പോലെയാണ് കേട്ടോ. ഒരു വയറിനൊരു ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ മാക്സിമം ലേറ്റ് ആക്കാൻ നോക്കലാണ്. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു. കുട്ടികളെ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ കഴിക്കുമ്പോൾ കൂടെ സോയ്ക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല നൈസ് പത്തിരി അതുപോലെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ സോയ്ക്ക് ഇതാ പിന്നെ പല്ലിനൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ കഴിപ്പിക്കുന്നത്. ചായ കുടിച്ചിട്ടേ പല്ലി വരൂ. പല്ലി വരൂ. പല്ലി ഉണ്ടല്ലേ. വല്യമ്മാനോട് പറഞ്ഞാലോ.
പിന്നെ ഉപ്പ ഇവിടെ നാട്ടിലില്ല, ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ ഉപ്പ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കുന്നതാണ്. സോയനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. സോയ ഇങ്ങനെ തിരിച്ചിങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഫോൺ ആർക്കും തരുന്നില്ലായിരുന്നു കേട്ടോ. ഓളങ്ങനെ കയ്യിലും പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതായിരുന്നു. ഭയങ്കര പടായിലായിരുന്നു കേട്ടോ. പപ്പ വിളിച്ചെന്നെ പറയും. അല്ല കുട്ടികളെ, നിങ്ങൾക്ക് നാളെ നോമ്പ് വലിക്കണ്ടേ? ഞാൻ വന്ന ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വ്ലോഗിലുള്ളത്. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസങ്ങളിൽ ഇതാ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ ഇനി അടുത്തതാ ഇൻഷാ അല്ലാ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ വ്ലോഗിലും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.